പെൺകുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാത്രമാണ് സുരക്ഷിത എന്നുള്ളത് ചോദിക്കുന്നത്. ഇത്രയും രാത്രി ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച് അവളൊരു ഡോക്ടറാവുന്നു സ്വപ്നം പോലെ കാക്കക്കും പൂച്ചക്കും ഒന്നും കൊടുക്കാതെ പൊന്നുപോലെ വളർത്തിയ കൊച്ചിനെ ഒരു കാബാലിയും വന്നൊരു ദിവസം ഇല്ലാണ്ടാക്കി കഴുകുക. ടെനിച്ചേട്ടൻ അഭിനയിച്ച മത്തെന്ന സിനിമ മനക്കട്ടിയില്ലെങ്കിൽ അത് തിയേറ്ററിൽ പോയി കാണരുതെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ ഒരു പെൺമക്കളുണ്ടല്ലോ, അവർക്കാണെങ്കിലും ഒരു അച്ഛൻ എന്ന നിലയിലാണെങ്കിലും ഒരു പക്ഷേ ആ സിനിമ ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യും. അതെന്താ? അതിൻ്റെ തീം അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ ടിനിച്ചേട്ടനാണ് വന്നിരിക്കുന്നത്. ആ കഥാപാത്രം ഏറ്റെടുത്ത് വളരെ മനോഹരമായിട്ട്, അതായത് നമ്മൾ നോർമൽ റിവ്യൂ എല്ലാ സിനിമയ്ക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ടിനിച്ചേട്ടനെ ഇരുത്തിക്കൊണ്ട് തന്നെ ആ കഥാപാത്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് എന്താണ് ശരിക്കും ആ സിനിമ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ സിനിമ ഇന്ന് കേരളത്തിൽ വർത്തമാനം പറയുന്നത് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ടിനിച്ചേട്ട ABC മലയാളത്തിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷണലി ഒരുപാട് ഡാമേജ് സംഭവിക്കും നമുക്ക്. ടിനിച്ചേട്ടാ, എൻ്റെ ആദ്യത്തെ സംശയം എന്താ പറയുമ്പോൾ, നമ്മുടെ കേരളത്തിൽ പെൺമക്കൾ സേഫ് അല്ലേ ശരിക്കും? ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആളുകളുടെ ഇടയിൽ എൻ്റെ ചോദ്യമാണ്, പെൺകുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാത്രമാണോ സുരക്ഷിത എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല എന്നുള്ളതാണ്. കാരണം അവൾ സുരക്ഷിതയായിട്ടിരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ മാത്രമാണ്. തീർച്ചയായിട്ടും. അതിനുശേഷം എല്ലായിടത്തും കണ്ണുകളുണ്ടാവും, എവിടെയും ആക്രമിക്കപ്പെടാം. അത് ഒന്ന് രണ്ട് തീരെ ചെറിയ പ്രായത്തിലും 2 വയസ്സ് 3 വയസ്സ് ആ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. നമ്മൾ നിരന്തര വാർത്തകൾ കേൾക്കുന്നതല്ലേ, 9 വയസ്സുകാരി 8 വയസ്സുകാരി പീഡിപ്പിക്കപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അവരെന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ. അവർ കാണുന്നത് എന്തായിരിക്കും, അവരെന്താണ് ആ ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പഠനമാണ് ഇത്, സൈക്കാട്രിക് ആയിട്ടുള്ളൊരു പഠനമാണിത്. ഇതിൽ മാജിക്കൽ റിയലിസം, സെറിയലിസം എന്ന് പറഞ്ഞിട്ട്, സെറിയലിസം എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ട്രാവലാണ്. അത് ഇപ്പോൾ നിങ്ങൾ റോഡിൽ കൂടി പോകുമ്പോൾ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ കള്ളുകുടിയൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ കാണും. അപ്പോൾ അയാൾ എന്തായിരിക്കും കാണുന്നതെന്ന് ഓഡിയൻസിനെ കാണിക്കുകയാണ്. അത് ലാസ്റ്റേ മനസ്സിലാവുള്ളൂ നിങ്ങൾ കണ്ടത് അയാളുടെ വ്യൂ ആണ്. അതിപ്പോൾ അതൊരു ഇതായതുകൊണ്ട്, സസ്പെൻസ് ആയതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നില്ല. മറ്റൊരു സംശയം, ചേട്ടൻ ഈ ഒരു കഥാപാത്രം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഡാമേജ് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടന് വളരെ കൂടുതലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നോർമൽ ഒരു കഥാപാത്രം ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അതിനകത്ത് കുറേ ഇമോഷണൽ സാധനങ്ങൾ വരും. നിലവിൽ ചേട്ടൻ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, ചേട്ടൻ സോഷ്യലി ഇതുപോലെ കാണുന്നതാണ്. ചേട്ടൻ എങ്ങനെയാണ് ആ ക്യാരക്ടർ എടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ ആയിരുന്നില്ല ഇത്. എൻ്റെ സെക്കൻഡ് ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ആൾക്ക് കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ നമുക്ക് ഈ പ്രൊമോഷനൊക്കെ കിട്ടുന്നത്. ഇതുപോലെ സിനിമ ഇറങ്ങി അതൊരു മെസ്സേജ് ആയിട്ട് ആളുകൾ എടുക്കുമെന്നുണ്ടോ, അതോ ആളുകൾ അത് നെഗറ്റീവായിട്ട് എടുക്കുമോ? അല്ല, നെഗറ്റീവായിട്ട് എടുക്കില്ല, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമ കൂടുതൽ കണക്ട് ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഡോക്ടർ വന്ദനാദാസ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, 23 വയസ്സിൽ മരിച്ചു. ഞാൻ കുട്ടിയുടെ വീട്ടിൽ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോയി, എന്തോ നിമിത്തം പോലെ പോയതാണ്. അവിടെ ഒരു അച്ഛനും അമ്മയും, വൈകി ഉണ്ടാവുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ പഠിപ്പിച്ച് എത്രയോ രാത്രി ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച് അവളൊരു ഡോക്ടറാവുന്നു സ്വപ്നം പോലെ, ഒരു പൊന്നുപോലെ കാക്കക്കും പൂച്ചക്കും ഒന്നും കൊടുക്കാതെ പൊന്നുപോലെ വളർത്തിയ കൊച്ചിനെ ഒരു കാബാലിയും വന്നൊരു ദിവസം ഇല്ലാണ്ടാക്കി കളയാണ്. ആ വീട്ടിലേക്ക് ഞാൻ കിടന്നു നിന്നപ്പോൾ വന്ദനദാസിൻ്റെ റൂമിലേക്കാണ് എൻ്റെ മോഹൻദാസ് ഏട്ടനാണ് അച്ഛൻ്റെ പേര്, അദ്ദേഹം കൊണ്ടുപോയത്. അവൾ പഠിച്ച ലാപ്ടോപ്പ്, അവളുടെ വാച്ച്, അവളുടെ പുസ്തകങ്ങൾ, അവളുടെ കളിപ്പാട്ടങ്ങൾ, അവളുടെ ഫോട്ടോസ് ഫുള്ള് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ മുഴുവൻ നോക്കി, നമുക്ക് മുഴുവൻ ഈ വന്ദനയുടെ ഫോട്ടോസാണ്. അപ്പം ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, മുഴുവൻ ഫോട്ടോസാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അവൾ മരിച്ച ആ നിമിഷം തന്നെ ഇവർ മരിച്ചു കഴിഞ്ഞു, ഇവർ ആത്മഹത്യ ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് രക്ഷിച്ചത് സുരേഷ് ഗോപി ചേട്ടനാണ്. അവർ എന്തിനാണ് ഇനി ഒരു ജീവിതം, അവർക്ക് ഇനി ആർക്ക് വേണ്ടി ജീവിക്കുന്നു? അതാണ് ചേട്ടൻ ഞാൻ നേരത്തെ ചോദിച്ചത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചേട്ടൻ എടുക്കുമ്പോൾ ചേട്ടൻ ഉണ്ടായ ഒരു വെല്ലുവിളി എന്തായിരുന്നു? അല്ല, വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതാണ്, ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. സിനിമ ചെയ്യുമ്പോഴും അതിലൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അത് പാടുമ്പോഴും ഇമോഷൻസ് വെച്ചിട്ടാണ് പാടിയത്. അപ്പോൾ ആ പാട്ട് ഞാൻ റിലീസ് ചെയ്യാൻ കൊടുത്തത്, ഞാൻ ജഡ്ജായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് റിലീസ് ചെയ്യാൻ കൊടുത്തത് ഇതുമായിട്ട് അറിയാവുന്ന, സംഗീതം അറിയാവുന്ന വിനീത് ശ്രീനിവാസൻ്റെ അടുത്താണ്. ഇഷ്ടപ്പെട്ട മാത്രം പേജിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞു. പുള്ളിയാണ് റിലീസ് ചെയ്ത് തന്നത്. വിനീത് സ്വന്തം പടങ്ങൾ മാത്രമാണ്, ധ്യാൻ്റെ പോലെ ഒന്നും ചെയ്തു കൊടുക്കാത്ത ആളാണ്. അപ്പോൾ അതിന് ശേഷം എം ജയേന്ദ്രൻ സാർ ഒരു പോസ്റ്റ് ഇട്ട്, അത് പാട്ട് കേട്ടിട്ട് ഇനി പാടിക്കൊണ്ടേ ഇരിക്കണം, ഇമോഷൻസ്. അതൊക്കെ എന്നെ, എനിക്കറിയാത്തൊരു സ്കില്ലാണിത്. സംഗീതത്തിൻ്റെ ഒരു അക്കാഡമിക്കലി ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ഇട്ട ആ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ഒരു ആത്മാവ് എന്നിൽ എന്തോ വർക്ക് ചെയ്തതല്ല. കാരണം പല സ്റ്റേജുകളിലും ഞാൻ പോയിട്ട് ഇത് പാടുമ്പോൾ ഈ വന്ദനക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പാടുന്നത്. അത്രത്തോളം നശിപ്പിക്കപ്പെട്ട എത്രയോ കുട്ടികളായിട്ടുണ്ട്, എത്രയോ പേര്. അപ്പോൾ ഈ വന്ദനയുടെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, മോനെ ഇത് എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം കേട്ടോ.
അങ്ങനെയെങ്കിലും വന്ദന ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതേ ഒരു ഇമോഷനിലൂടെ പോകുന്നൊരു ക്യാരക്ടറാണിത്. മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മകൾ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നത്. കാരണം അവളുടെ വളർന്നു വരുന്ന സിറ്റുവേഷനിൽ അവൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന അത്ര, അല്ലെങ്കിൽ അമ്മയെപ്പോലെ ആരെങ്കിലും ഇല്ലെങ്കിൽ, ഇപ്പം അപ്പനും അമ്മയൊക്കെ ഡൈവേഴ്സ് ചെയ്ത് പോകും, പക്ഷേ ഇത് അനുഭവിക്കുന്നത് മക്കളാണ്. അവർക്ക് നല്ല ജീവിതമൊക്കെ കിട്ടും. അതാണ് ശരിക്കും ആ ഒരു അമ്മയുടെ ആ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ സിനിമയിൽ ആ കുട്ടിക്ക് മെൻസസ് ആകുമ്പോഴാണ്, ഡേറ്റ് ആകുമ്പോൾ ഉണ്ടാവും. നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഒരു അച്ഛന്റെ നിസ്സഹായാവസ്ഥയും അവിടെ അച്ഛൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു പതറി നിൽക്കുന്ന ഒരു അവസ്ഥയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമയിൽ നിന്ന് മനസ്സിലാവും. ചേട്ടാ, അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഈ സിനിമ കേരളത്തിലെ ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ കണ്ടാൽ അവരത് എങ്ങനെയായിരിക്കും എടുക്കുന്നത് ഈ സിനിമ? ചിലർ ചോദിച്ചു എന്തിനാ ടിനി ക്യാരക്ടർ ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആക്ടറെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്റെ എത്തിക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറാണ് നരേൻ എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ. പക്ഷെ ഒരു ആക്ടറിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള വെല്ലുവിളി ചലഞ്ചുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ എന്തായിരിക്കും എന്റെ ഒരു മിനിറ്റ്. ആ ചലഞ്ചിന്റെ ഇടയിൽ മറ്റൊരു ചലഞ്ചും കൂടി ഉണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ ഒരു പ്രായം വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് മകളാണ്. അല്ല, അതാണ് അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞും കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമ ആയിരിക്കണം നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ അഭിനയിക്കുമ്പോൾ. അവർക്കത് കറക്റ്റ് കണക്റ്റായി, കമ്മ്യൂണിക്കേറ്റ് ആയി. അപ്പം എങ്ങനെയാണ് നമ്മളല്ലാതായി തീരുന്നത്? ചിലപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളല്ലാതാക്കുന്നത്. അപ്പം അതോടുകൂടി ലൈഫ് അങ്ങ് പോവുകയാണ്. കാരണം അങ്ങ് പോയാൽ പിന്നെ കുഴിയിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം അത് എങ്ങനെ പിടിച്ചു നിർത്തേണ്ടത്? സൈക്കാട്രിക് പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സൈക്കാട്രിക് സിനിമ ബേസ്ഡ് അല്ല, അല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാം ഉള്ളിൽ മേ ബി ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ സൈക്കാട്രിക് പ്രോബ്ലം നമുക്ക് സിംറ്റംസ് ഇല്ല. ഇപ്പം പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് അല്ലെങ്കിൽ മെർക്കുറി വെച്ച് മറ്റേ ഈ തെർമോമീറ്റർ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വയറുവേദനയാണ്, ഇന്ന ഗുളികയുണ്ട്. പക്ഷേ ഈ കണ്ണിന് മുകളിലുള്ള ബ്രെയിനിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ റോജിയുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ എഴുതിയെടുത്തിട്ട് അതിന് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതൊരു സയൻസ് പോലും അല്ലാന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര തർക്കമൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം ബ്രെയിനിന് വേണ്ട ഫുഡുണ്ട്, അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിന് വേണ്ടത് എന്തൊക്കെയാണ്? സന്തോഷം, സമാധാനം. അതിന് ലക്ഷറി ഒന്നുമല്ല വേണ്ടത്, സമാധാനമാണ്. അത് കാശ് കൊടുത്തൊക്കെ കിട്ടില്ല. സക്സസ്സും സമാധാനമൊന്നും കാശ് കൊടുത്തൊക്കെ കിട്ടില്ല. അപ്പോൾ അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, ഡോപ്പമിൻ കുറയും. അതിൽ നിന്നും ഇത് സയന്റിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും അല്ലട്ടോ സിനിമ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര തന്നിരിക്കും. സിനിമ അച്ഛനും മോളും കൂടി തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, ഇതിന്റെ ഒപ്പം ചേട്ടാ, നമ്മൾ അതുവരെ കണ്ട അച്ഛനല്ലല്ലോ നമ്മൾ പിന്നെ കാണുന്നത്. മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവണം. ക്ലൈമാക്സിന്റെ ഒരു എൻഡിങ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണോ, അത് ഈ അച്ഛനാണോ നേരത്തെ കണ്ട അച്ഛൻ? അത് ഈ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് രഞ്ജിത്ത് ലാൽ തിയേറ്ററാണ്, തിയേറ്റർ ആർട്ടിസ്റ്റ്. ബാക്കി എല്ലാം തിയേറ്ററാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാരണം നമ്മുടെ സന്തോഷ് കീഴാറ്റൂര്, ബാബു അന്നൂര്, ഇവരെല്ലാം തിയേറ്ററാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നവർ. അപ്പോൾ അവരുടെ അതായത് ഒരു ഡ്രാമ, അത് സൈക്കോ ക്രൈം ഡ്രാമ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ഡ്രാമ ഉണ്ടാവും, സൈക്കോ ഉണ്ടാവും, അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു. അപ്പോൾ ചിലപ്പോൾ നാടകീയമായ ചില ഡയലോഗുകളായിരിക്കും ചിലർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ ജോണർ ഓഫ് ഇതാണ്. അപ്പോൾ അതിലേക്ക് എന്നെ പ്ലേസ് ചെയ്യാണ്. എനിക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ വേറൊരു കൊമേഴ്ഷ്യലും അങ്ങനത്തെ ഒരു സൈഡിൽ നിൽക്കണം. മാക്സിമം രഞ്ജിത്ത് സാറിന്റെ പടത്തിലൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു തരി പോലും കോമഡി ഇല്ല. ഇല്ല ചേട്ടൻ ഒരു കോമഡി പോലും ചേട്ടൻ അതിനകത്ത് പറയുന്നില്ല. മുഴുവനും നമ്മളെ ആ ഒരു കഥയിൽ എങ്ങനെയാണ് ആരും പറയുന്നില്ല. അത് ശരിയാണ്. പ്രത്യേകിച്ച് ചേട്ടൻ ഒട്ടും പറയുന്നില്ല. ശരിക്കും നമ്മൾ ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മൾ ആ ത്രൂ ഔട്ട് ക്യാരക്ടർ കാണുന്നത്. അതിനിടയിൽ എവിടെയും അത് അവരുടെ തന്നെ കൂട്ടായ്മയിൽ, നാടക കൂട്ടായ്മയിൽ എന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി അവർ കൂടിയിരുന്നു. ഇവരായിട്ട് എനിക്ക് മുൻപരിചയമൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം കൂടി നോക്കിയിട്ടാണ്, അതായത് ഇയാൾ ചെയ്താൽ ശരിയാകുമോ അതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടായിട്ടാണ് അവർ തീരുമാനത്തിലെത്തുന്നത്. ടിനി ടോമിന് അങ്ങനത്തെ ഒരു ഫേസ് വെല്ലുവിളിയായിരുന്നു ശരിക്കും. അതെ, വെല്ലുവിളിയാണ്. പക്ഷെ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന വെല്ലുവിളിയാണ്. മാനസികമായ ഒരു വെല്ലുവിളി ഞാൻ ഉദ്ദേശിച്ചത്, അഭിനയിക്കുന്ന പ്രശ്നത്തിലല്ല, മാനസികമായ വെല്ലുവിളി. അല്ല, ഒരു ആക്ടറിന് എപ്പോഴും അവസരം കിട്ടിയാലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കും പറ്റും. എവരി മാൻ ഈസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞു. റോജി ആക്ടറാണ്, നേഹ ആക്ടറാണ്. പക്ഷേ ക്യാമറ എവിടെ വെക്കണം, അല്ലെങ്കിൽ ഡയറക്ടർ എന്താണ് പറഞ്ഞു തരുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല ആക്ടേഴ്സ് ആയിരിക്കും. എവറി മാൻ ഇസ് ആൻ ആക്ടർ. അത് പല സിനിമകൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പറയാം അങ്കമാലി ഡയറീസ്, എല്ലാം ഒരു കൂട്ട് ഓഫ് ആൾക്കാരാണ് വന്നിട്ട് അടിച്ചു പൊളിച്ചത്. അപ്പോൾ അത് അവസരം കിട്ടിയാൽ ഏതൊരാൾക്കും പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ്. അത് അനുഭവങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഭിനയത്തിന് ഗുണം ചെയ്യും. ചേട്ടനൊപ്പം അഭിനയിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, എങ്ങനെയാണ് നിങ്ങൾ സിങ്ക്? അവൾ ഈ ഫീൽഡിലേ അല്ല, അവൾ പേജന്റാണ്, ബ്യൂട്ടി പേജന്റാണ് ശരിക്കും കൊച്ചി. അവള് നന്നായിട്ട് അഭിനയിച്ച, അതെന്ന് പറഞ്ഞാൽ അത് ബ്ലൈൻഡ് ആണ്, ബ്ലൈൻഡിന് ലെൻസും വെച്ചിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ബ്ലൈൻഡ് അത് നല്ല കപ്പാസിറ്റി പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിക്ക് പറ്റുള്ളൂ. അപ്പൊ അവളെ ഓഡിഷൻ ചെയ്ത് തന്നെ എടുത്താണ്.
മിസ് തലശ്ശേരി, മിസ് കോഴി, അങ്ങനെ എന്താണ്ടൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടി ഫീൽഡിലൊരു കൊച്ചിന് വളരെ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം ഉള്ളൊരു സ്ഥലത്ത് അത്രയും റോ ആയിട്ട് അഭിനയിക്കണമെങ്കിൽ, അതുപോലെ കണ്ടല്ലോ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ധൈര്യം വേണം ഭയങ്കര. ഇപ്പൊ രാധികാപ്തനൊക്കെയാണ് ഞാൻ കാണുന്നത്. അത്രയും ഐശ്വിക എന്നാണ് കൊച്ചിന്റെ പേര്. അല്ല, അവൾക്ക് വേറെ ആരും ഇല്ല, അവൾക്ക് ആകെ ഒരു റേഡിയോ ആണ് കൂട്ടുള്ളത്. ഇയാളെ സ്കൂളിൽ വിടാൻ പറ്റില്ല, ബ്ലൈൻഡാണ്. പിന്നെ ചുറ്റും ഈ കഴുകൻ കണ്ണുകളാണ്. ഇത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാക്കി ജോലിക്ക് പോകണം. അപ്പോൾ ആ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരാളെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ല, എല്ലാവരും നല്ല, ഇപ്പൊ റോജിയിൽ ഒരു നല്ലതും ചീത്തയുണ്ടാവും. അത് ഞാനിപ്പോൾ നല്ലത് മാത്രമാണ് കാണുന്നത്. റോജിക്ക് ചീത്ത ഒരു വേറെ ഏരിയ ഉണ്ടാവും, നേഹൊക്കെ ഉണ്ടാവും ഒരു മറയില് ചീത്ത, അല്ലേ? ഉറപ്പാണല്ലോ, സമ്മതിച്ചല്ലോ, അത് മതി. അപ്പൊ അത് നമ്മൾ കാണാത്തായിരിക്കും. അതെങ്ങനെയായിരിക്കും? അത് എപ്പോഴും നേഹനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തെറ്റായ ചിന്തകൾ കൊണ്ടുവരിക, തെറ്റായിട്ടുള്ള തോട്ടുകൾ കൊണ്ടുവരിക, അതിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നിഴല് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ബീറ്റ് ചെയ്യലാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. നമ്മളൊരു കാലത്ത് ഒരു ദിവസം തുടങ്ങുമ്പോൾ സന്തോഷമായിട്ട് തുടങ്ങുക, ഒരാളെ വേദനിപ്പിക്കാണ്ട് ജീവിക്കുക. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക. രാത്രി വന്ന് കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ആരെങ്കിലും വേദനിപ്പിച്ചു, അവർ വിളിച്ച് സോറി പറയണം. അപ്പോഴാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുള്ളൂ. ചേട്ടാ, നമ്മുടെ ഇപ്പോൾ രക്തബന്ധമാണെങ്കിലും നമ്മുടെ കുടുംബ ബന്ധമാണെങ്കിലും ഈ സിനിമയിൽ നിന്ന് എനിക്ക് മനസ്സിലായി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മൂന്നാമതൊരാൾക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു അതാണ്. ഒരാള് നമ്മൾ നശിപ്പിക്കുന്നത് നമ്മൾ ഉപദേശകരാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കൃത്യമാണോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അവൻ കറക്റ്റായിട്ടുള്ള പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരാളാണോ നെഗറ്റിവിറ്റി? ഒരാളാണ് നമ്മളെ ചിലപ്പോൾ ക്രൈം ചെയ്യാൻ പറയുന്നത്. നരേൻ എന്ന കഥാപാത്രം അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ മാറിപ്പോവുക ഒരു ഒറ്റ വ്യക്തി കാരണം കൊണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യും. അതായത് നമ്മുടെ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടോ നമ്മുടെ ഭാര്യയോടോ അത് എന്താണെങ്കിലും മൂന്നാമത്തെ ആൾക്ക് അവിടെ വേണ്ട എന്നൊരു നമ്മുടെ കുടുംബജീവിതത്തിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെടുന്നുണ്ടെങ്കിൽ കുടുംബജീവിതം പരാജയം എന്നാണ് അർത്ഥം. അത് വളരെ സേഫായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അത് മമ്മൂക്കയാണ് എന്നെ ആദ്യമായിട്ട് പറഞ്ഞത്. വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീ കുടുംബനാഥനായിരിക്കണമെന്ന്. അവിടെ സിനിമക്കൊന്നും സ്ഥാനമില്ല. അവിടെ മറ്റുള്ള സുഖങ്ങൾക്ക് അല്ലെങ്കിൽ നിമിഷ നേരത്തെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും. കുടുംബം നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് എല്ലാവർക്കും കിട്ടില്ലത്. അപ്പോൾ അത് കിട്ടുന്നത് നമ്മൾ സേഫായിട്ട്, അത് ദൈവനിയോഗമാണെന്ന് വിചാരിച്ച് സേഫായിട്ട് കൊണ്ടു കിടക്കുക. ഫാമിലി അൾട്ടിമേറ്റ് ആണ്. മർലിൻ മൺറോ എന്ന് പറയുന്ന വലിയ നടി ഉണ്ടായിരുന്നു. 36 വയസ്സിൽ ആത്മഹത്യ ചെയ്തു. എത്ര സൗകര്യങ്ങൾ, എത്ര ലക്ഷറിയൊക്കെ കിട്ടിയെങ്കിലും അവൾക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല. അപ്പം ലക്ഷറി അല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. എത്ര കോടികളുണ്ടായിട്ടും കാര്യമില്ല. മനസ്സമാധാനം, സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അത് കാശ് കൊടുത്താൽ കിട്ടൂല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.